First question we are going to solve using critical path method. CPM means critical path method. Okay, this is the question. The question will give the activity and duration of the activity. Either it will give the numbering type or it will give the activity, preceding activity and duration. The 3-column data will be given for solving. A project schedule has the following characteristics. It will give the activity and duration of the activity. Construct network diagram. Compute TE. TE means earliest event time and latest event time for each event. Find earliest start time, latest start time, earliest finish time and latest finish time of each activity. Then find critical path and project duration. So the first step in this question is we need to draw the network diagram and we need to find out TE and TL of each event. For drawing the network diagram, the first activity is 1. So there is an activity 1 to 2 and 1 to 3. So 1 to 2 is there and 1 to 3 is also there. Then 2 to 4 and 3 to 4. 2 to 4 and 3 to 4. Then 3 to 5. 3 to 5 is there. 3 to 5 is there. Then 4 to 9. 4 to 9. 5 to 6 and 5 to 7. 5 to 6 and 5 to 7. 6 to 8 and 7 to 8. 6 to 8 and 7 to 8. Then 8 to 10 and 9 to 10. 8 to 10 and 9 to 10. So I have completed the network diagram. Second step is I need to find out TE and TL of each event. So I'm going to find out TE and TL of each event. For that I need to draw a small box near to every event. എല്ലാ ഇവൻറ്റിൻ്റെയും TE വാല്യൂവും TL വാല്യൂവും നമുക്ക് എഴുതണം. ഫസ്റ്റ് കോളത്തിൽ എഴുതുന്നത് TE വാല്യൂ ആണ്. സെക്കൻഡ് കോളത്തിൽ വരുന്നത് TL വാല്യൂ ആയിരിക്കും. TE എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈമും TL എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈമുമാണ്. ഓക്കെ, ഇനി വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ മാർക്ക് ചെയ്യണം. സോ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ടിവിറ്റി നീഡ് ടു റൈറ്റ് ഓവർ ദി ആക്ടിവിറ്റീസ്. 1 to 2 the duration is 4. 1 to 2 it 1 1 1. 3 to 5 it's 6. Then 4 to 9 it 5. 5 to 6 4. 5 to 7 8. 6 to 8 1. 7 to 8 2. 8 to 10 5. 9 to 10 7. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് TE വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ TE വാല്യൂ എഴുതി തുടങ്ങുകയാണ്. എപ്പോഴും നമ്മൾ 0th ടൈമിൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും.
സോ ഫസ്റ്റ് നോഡിൻ്റെ ടി ഇ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഫസ്റ്റ് നോഡിൻ്റെ ടി ഇ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. ഈ ഫോർവേഡ് ആഡ് ചെയ്ത് പോയാൽ മതി. 1 to 2 എന്നുള്ള ആക്ടിവിറ്റി ആകുമ്പം 1ൻ്റെ ടി ഇ 0 ആയിരിക്കും. അപ്പോൾ 2ൻ്റെ എന്ന് പറയുന്നത് 0 പ്ലസ് ഡ്യൂറേഷൻ ഓഫ് ദി ആക്ടിവിറ്റി 4. 0 plus 4, that is 4. Similarly, 1 to 3 ആകുമ്പം 0 plus 1, that is 1. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഒരു നോഡിലോട്ട് ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റി വന്ന് എൻഡ് ആകുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ നോഡിൻ്റെ, അതായത് ആ പർട്ടിക്കുലർ നോഡിലോട്ട് ആരോ വന്ന് ചേരുന്നുണ്ടെങ്കിൽ ആ നോഡിൻ്റെ ടി ഇ എന്ന് പറയുന്നത് രണ്ടും നോക്കും, രണ്ട് വേയിലേ നോക്കും. എന്നിട്ട് ഏതാണോ ഹയസ്റ്റ് വാല്യൂ അത് വേണം എടുക്കാൻ. ഫോർ എക്സാമ്പിൾ 4 എന്ന് പറയുന്ന നോഡിൽ 2 ആരോ വന്ന് ചേരുന്നുണ്ട്. അത് 2 ആക്ടിവിറ്റിയുടെ എൻഡിങ് നോഡാണ് 4. 2 to 4ൻ്റെയും 3 to 4ൻ്റെയും. 2 to 4 ആകുകയാണെന്നുണ്ടെങ്കിൽ 4ൻ്റെ ടി ഇ വാല്യൂ എന്ത് വരണം? 4 plus 1 5. ഇനി 3 to 4 ആണെങ്കിലോ 1 plus 1 2. ഇതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 5 വേണം എടുക്കാൻ. ഓക്കെ, ഫോർവേഡ് പോകുമ്പോൾ ഹയസ്റ്റ് വാല്യൂ വേണം എടുക്കാൻ. ഇനി യൂഷ്വലി ചെയ്ത് പോവുക. 3 to 5 ആകുമ്പോൾ 1 plus 6 7. ഇനി ഇവിടെ 5 plus 5 10. 2 ആരോ ഒന്ന് ജോയിൻ ആകുകയാണെങ്കിൽ നോക്കിയാൽ മതി. ഇവിടുന്ന് സ്റ്റാർട്ട് ആകുന്ന കാര്യമാണ് മൈൻഡ് ചെയ്യേണ്ട. 7 plus 4 11. 7 plus 8 15. വീണ്ടും വന്നു. ഈ നോഡിൽ 2 ആരോ വന്ന് എൻഡ് ആവുന്നുണ്ട്. ഈ വഴിയാണെന്നുണ്ടെങ്കിൽ 11 plus 1 12. ഇങ്ങനെയാണെങ്കിലോ 15 plus 2 17. അപ്പോൾ ഏത് വേണം എടുക്കാൻ? 17. ഇനി വീണ്ടും ഇവിടെ 17 plus 5 22. 10 plus 7 17. ഏതെടുക്കണം? 22 വേണം എടുക്കാൻ. ഇങ്ങനെയാണ് എല്ലാ വാല്യൂസിൻ്റെയും ടി ഇ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് നോഡിൻ്റെ ടി ഇ 0 ആയിരിക്കും. ഡ്യൂറേഷൻ ആഡ് ചെയ്ത് പോവുക. 2 ആരോ ഏതെങ്കിലും നോഡിൽ ജോയിൻ്റ് ആകുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ നോഡിന് ഹയസ്റ്റ് വാല്യൂ, ഏത് പാത്തിലാണോ ഹയസ്റ്റ് വാല്യൂ ടി ഇ വരുന്നത് അത് വേണം എഴുതാൻ. ഓക്കെ, ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും ടി ഇ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ടി എൽ വാല്യൂസ് ആണ്. ടി എൽ വാല്യൂസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമ്മുടെ ഫിനിഷിംഗ് നോഡിൽ നിന്നും ബാക്ക്വേർഡാണ് ചെയ്യുന്നത്. ടി എൽ വാല്യൂസ് ഫോർവേഡ് ചെയ്യുമ്പോൾ ഇവിടെ ബാക്ക്വേർഡ്. മുന്നോട്ട് ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു? 2 ആരോ ജോയിൻ ചെയ്യുന്നിടത്ത് ഹയസ്റ്റ് ചൂസ് ചെയ്യുമായിരുന്നു. ഇവിടുന്ന് റിവേഴ്സ് പോകുമ്പം 2 ആരോ സ്റ്റാർട്ട് ആവുന്നിടത്തെ ലോവസ്റ്റ് ചൂസ് ചെയ്യണം. നോക്കാം, ഇവിടുത്തെ വാല്യൂ ഏത് തന്നെയായിരിക്കും? 22 തന്നെയായിരിക്കും. ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടി എൽ എന്ന് പറയുന്നത് 22 തന്നെയായിരിക്കും. റിവേഴ്സ് വരാം. നമ്മൾ നോക്കേണ്ടത് ഫോർവേഡ് പോകുമ്പോൾ 2 ആരോ എൻഡ് ആകുന്ന നോഡായിരുന്നു ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? റിവേഴ്സ് വരുമ്പം ആരോസ്, ഒന്നിൽ കൂടുതൽ ആരോസ് സ്റ്റാർട്ട് ആവുന്ന നോഡ്, അതായത് ഈ 5 നോക്കൂ, ഒന്നിൽ കൂടുതൽ ആരോ ഇവിടുന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ 3. ഓക്കെ, ഇങ്ങനെയുള്ള നോഡാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഈ 1. ഓക്കെ, സോ റിവേഴ്സ് പോവാണ്. 22 minus 5. 22 minus 5 17. ഈ പാത്താണെങ്കിലോ 22 minus 7 15. 15 minus 5 15 minus 5 10. നോക്കണ്ട, ഇവിടെ 2 ആരോ എൻഡ് അല്ലേ ആവുന്നു, സ്റ്റാർട്ട് ആവുന്നതിലല്ലോ കുഴപ്പമില്ല. ദെൻ ഇവിടുന്ന് വീണ്ടും 17 minus 1 16. 17 minus 2 15. ഈ നോഡിൽ 2 ആരോ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നോക്കുക, റിവേഴ്സ് വരുമ്പോൾ ബാക്ക്വേർഡ് വരുമ്പം സ്മോളസ്റ്റ് വാല്യൂ വേണം ചൂസ് ചെയ്യാൻ. 16 minus 4 എത്ര വരും? 12. 15 minus 8 7. അപ്പോൾ ഏതെടുക്കണം? സ്മോളസ്റ്റ് വാല്യൂ ഏതാ? 7. അത് വേണം ചൂസ് ചെയ്യാൻ. ദെൻ ഈ പാത്തിൽ 7 minus 6 1. ഇങ്ങനെയാണെങ്കിലോ 10 minus 1 9. ഏതെടുക്കുക? സ്മോളസ്റ്റ് വാല്യൂ 1 എടുക്കുക. ഇനി ഇങ്ങോട്ട് 10 minus 1 9. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലോ 9 minus 4 5 വരും.
1 minus 1 0 വരും. അപ്പോൾ സ്മോളസ്റ്റ് വാല്യൂ 0 ആണ് എടുക്കുക. എനിവേ സ്റ്റാർട്ടിംഗ് നോഡിൻ്റെ ടിഇയും ടി എല്ലും 0 ആയിരിക്കും. എൻഡിങ് നോഡിൻ്റെ ടിഇയും ടി എല്ല് ഏതാണോ കിട്ടുന്നത് ടി അത് തന്നെയായിരിക്കും എൻഡിങ് നോഡിൻ്റെ ടി എല്ല്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ എല്ലാ ഇവൻറ്റ്സിൻ്റെയും ടി ഇ വാല്യൂസ് ആൻഡ് ടി എൽ വാല്യൂ we have find out all TE and TL values. Okay. So here we have completed the network diagram. We have constructed the network diagram and we compute T and TL values of each event. Now we are going to find out earliest starting time, latest starting time, earliest finishing time and latest finish time, and then find out the critical path and project duration. For that there is a table here. I have already drawn the table. Activity, duration of the activity, both the data are given in the question. Then we need to find out two sets of time, earliest time and latest time. In earliest time there are two sets, earliest start time and earliest finish time. Similarly in latest time also there is latest start time and latest finish time. Okay, in earliest time there is earliest start time and earliest finish time, EST and EFT. In latest time also there is latest start time and latest finish time. Both earliest and in latest time there are start time and finish time. Then the earliest start time, which is the TE values of that activities starting nodes TE value. Okay, then latest finish time is the TL value of ending node of that activity. Okay, we can look. നമ്മൾ ഈ വരച്ച ഫൈൻഡ് ഔട്ട് ചെയ്ത TE TL വാല്യൂ തന്നെ നമുക്ക് ഈ വാല്യൂസ് എല്ലാം എഴുതാൻ പറ്റും. ഒരു ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് നോഡിൻ്റെ TE വാല്യൂ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റിയുടെ എൻഡിങ് നോഡിൻ്റെ TL വാല്യൂ ആയിരിക്കും. സോ 1 to 2 എന്നുള്ള ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് നോഡ് ഏതാണ്? 1 to 3യുടെ 1, 2 to 4ൻ്റെ 2, 3 to 4ൻ്റെ 3. സോ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് നോഡിൻ്റെ TE വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ കോളത്തിലെ ഫസ്റ്റ് വാല്യൂസ് ആണ് TE വാല്യൂസ്. അത് നോക്കി അതേപോലെ എഴുതുക. 1 to 2ൻ്റെ TE വാല്യൂ 0, 1 to 3യുടെ 0, 2 to 4 ആകുമ്പോൾ 2 എന്നുള്ള നോഡിൻ്റെ വേണം നോക്കാൻ, അത് 4, 3 to 4 ആകുമ്പോൾ 3യുടേത് 1, then 3 to 5ഉം 3യുടെ തന്നെ 1, then 4 to 9 4ൻ്റെത് വേണം എടുക്കാൻ 5, then 5 to 6 5ൻ്റെ 7, 5 to 7 also 7, 6 to 8 11, 7 to 8 15, 8 to 10 17, 9 to 10 10. ഇതാണ് നമ്മുടെ TE വാല്യൂസ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് TL വാല്യൂസ് ഓഫ് ദി എൻഡിങ് നോഡ്. ഒരു ആക്ടിവിറ്റിയുടെ TL വാല്യൂ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റിയുടെ എൻഡിങ് നോഡിൻ്റെ TL വാല്യൂ ആയിരിക്കും. സോ 1 to 2 എന്നുള്ള ആക്ടിവിറ്റിയുടെ എൻഡിങ് നോഡ് 2, അപ്പം 2ൻ്റെ വേണം TL വാല്യൂ നോക്കാൻ. TL വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ. സോ 2ൻ്റെ TL വാല്യൂ ഈസ് 9. ഓക്കെ, ദെൻ 1 to 3 3യുടെ TL വാല്യൂ വേണം നോക്കാൻ 1, 2 to 4 4ൻ്റെ TL വാല്യൂ 10, then 3 to 4 again 10, 4 to 9 9ൻ്റെ TL വാല്യൂ ആണ് 15, then 5 to 6 6ൻ്റെ TL വാല്യൂ 16, 5 to 7 7ൻ്റെത് 15, 6 to 8 8ൻ്റെത് 17, സോറി എഴുതി തെറ്റിയല്ലോ, 5 to 6
Then 6 to 8 8 വേണം നോക്കാൻ. 17, 7 to 8 17, then 22, 22. ഈ വാല്യൂസ് നോക്കിയാണ് എഴുതുന്നത്. ടി എൽ വാല്യൂ എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റിയുടെ രണ്ടാമത്തെ ടി എൽ വാല്യൂസ് ആണ് എഴുതുന്നത്. ടി ഇ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയുടെ ഫസ്റ്റ് നോഡിൻ്റെ ടി ഇ വാല്യൂസ് വേണം എഴുതാൻ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ earliest start time വെച്ചിട്ട് we need to find out earliest finish time. Similarly, latest finish time വെച്ചിട്ട് we need to find out latest start time. Okay. So, earliest finish time എന്ന് പറയുന്നത് earliest start time plus duration. അതായത് ഈ വാല്യൂവിൻ്റെ കൂടെ എല്ലാം ഡ്യൂറേഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടും. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടും. സോ we are going to find out the values. 4 plus 0 0, 1, 5, 2, 7, 10, 11, 15, 12, 17, 22, 17. Okay. Similarly, latest start time എന്ന് പറയുന്നത് latest finish time minus duration. Latest finish time minus duration. So ഇതാണ് latest finish time. അതേ minus same duration അതിൽ subtract ചെയ്യുക. 9 minus 4 5, 1 minus 1 0, 10 minus 1 9, 10 minus 1 9, 7 minus 6 1, 15 minus 5 10, 16 minus 4 12, 15 minus 8 7, 17 minus 1 16, 17 minus 2 15, 22 minus 5 17, 22 minus 7 15. Now we need to find out a set of values known as total float. The total float in രണ്ട് equations ആണ് ഉള്ളത്. It having two equations. Total float either it is LST minus EST. ഓർത്തോളുക, ഇവിടെ എസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് ആ വരേണ്ടത്. LST മൈനസ് EST അല്ലെങ്കിൽ LFT മൈനസ് EFT. Latest start time minus earliest start time or latest finish time minus earliest finish time. ഒന്നുകിൽ എസ് വെച്ചുള്ള ഇക്വേഷൻ പഠിക്കുക അല്ലെങ്കിൽ ഫിനിഷ് ടൈം വെച്ചുള്ള ഇക്വേഷൻ പഠിക്കുക. ഞാനിപ്പം latest start time minus earliest start time ആണ് യൂസ് ചെയ്യുന്നത്. So this is the earliest start time and this is the latest start time. So latest start time minus earliest start time ആണ് ചെയ്യേണ്ടത്. 5 minus 0 5, 0 minus 0 0, 9 minus 4 5, 9 minus 1 8, 1 minus 1 0, 10 minus 5 5, 12 minus 7 5, 7 minus 7 0, 16 minus 11 5, 15 minus 15 0, 17 minus 17 0, 15 minus 10 5. This some total float we will get 0. We need to identify that activities. Which are the activities? 1 to 3, 3 to 5, 5 to 7, 7 to 8 and 8 to 10. So these activities, total float to 0 വന്ന activities ആണ് critical activities. അത് നമ്മുടെ ഈ ഡയഗ്രത്തിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. 1 to 3, 3 to 5, then 5 to 7, 7 to 8 and 8 to 10.
ഇതാണ് നമ്മുടെ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. സോ ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഇങ്ങനെ എഴുതുക: 1 to 3, 3 to 5, 5 to 7, 7 to 8, 8 to 9. This is our critical path. And project duration എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡ്യൂറേഷൻ മാത്രം ആഡ് ചെയ്യുക. 1 to 3ൻ്റെത് 1 പ്ലസ് 3 to 5ൻ്റെത് 6, 5 to 7ൻ്റെത് 8 പ്ലസ് 7 to 8ൻ്റെ 2 പ്ലസ് 5. സോ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 22. യൂഷ്വലി നമുക്ക് ഇവിടുത്തെ ഈ വാല്യൂ തന്നെ കിട്ടും ഡ്യൂറേഷൻ. ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരുന്നു? 1 to 3, 3 to 5, 5 to 7, 7 to 8 and 8 to 10. ഒന്ന് ഓർത്തുകൊള്ളുക, ക്രിട്ടിക്കൽ പാത്ത് എപ്പോഴും ഒരു ഇനിഷ്യൽ നോഡ് തൊട്ട് ഫൈനൽ നോഡ് വരെയുള്ളൊരു കണ്ടിന്യൂസ് പാത്തായിട്ട് തന്നെ നമുക്ക് കിട്ടണം. സോ I hope you will understand this problem.